സ്തുതി, യേശുവേ ആരാധന. ആദ്യമായി എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥലത്ത് എനിക്കൊരു സാക്ഷിയായി നിർത്താൻ എന്നെ സഹായിച്ചതിന് ഓർത്ത് അമ്മയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം. ഞാൻ ആദ്യമായി പറയുകയാണെങ്കിൽ ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ എൻ്റെ പേര് സിനി. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൂടറഞ്ഞി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് 16/3/2023 ആണ്. ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ കുഞ്ഞ് 2.5 വയസ്സാണ്. ആ കുഞ്ഞ് ഭയങ്കര ശബ്ദത്തിൽ കരഞ്ഞു. കൂടത്തിലുള്ളവരെല്ലാവരും തന്നെ പറഞ്ഞു, മോൾ ഉടമ്പടി എടുക്കണ്ട, കുഞ്ഞ് സമ്മതിക്കുന്നു തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഞാൻ ആ ഫ്രണ്ടിലെ മാതാവിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് സങ്കടമായി. അപ്പോൾ ഞാൻ മാതാവിനോട്, മാതാവേ, ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും ദൂരം എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ട മാതാവിൻ്റെ അടുത്ത് നിന്നപ്പോൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ള എൻ്റെ കുഞ്ഞിന് പരീക്ഷ എന്താണെന്നറിയില്ല, എൻ്റെ കുഞ്ഞ് ഉറങ്ങി. ഹോൾ ടിക്കറ്റ് തിരിച്ച് കൈപ്പറ്റേണ്ടതാണ്. പരീക്ഷയ്ക്ക് ഹോൾ ടിക്കറ്റ് അൾത്താറിൽ ഏൽപ്പിച്ചിട്ടുള്ളവർ തിരിച്ചു വന്ന് ഹോൾ ടിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. എൻ്റെ കുഞ്ഞ് ഉറങ്ങി എൻ്റെ കഴുത്തിലേക്ക് കിടക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഉടമ്പടി എടുക്കുന്ന ഓരോ നിമിഷവും എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് നല്ലവണ്ണ രീതിയിൽ നിൽക്കുകയും ഞാൻ ഉടമ്പടി നല്ല രീതിക്ക് എടുക്കുകയും ചെയ്തു. പക്ഷേ ക്ലാസ്സുകൾ കുറച്ച് പൂർത്തീകരിച്ച് കാണാൻ സാധിച്ചില്ല. കുഞ്ഞ് ചെറുതായിട്ട് ഒക്കെ കച്ചറയായതുകൊണ്ട്. എങ്കിലും ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെല്ലുകയും ഉടമ്പടി പത്രിക നല്ല രീതിക്ക് വായിക്കുകയും ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ഉടമ്പടിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കാനും സാധിച്ചു. പള്ളിയിൽ പോകുകയും അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉടമ്പടി എന്താണെന്നുള്ളതും ഉടമ്പടിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞത്. അച്ഛൻ പറഞ്ഞ പല ധ്യാനങ്ങളിലും എനിക്കുള്ള മെസ്സേജുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ആദ്യമായി തന്നെ ഞാൻ ആദ്യത്തെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ അച്ഛൻ്റെ ഒരു വചനവും അതിനോടനുബന്ധിച്ച് ഈ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പല തടസ്സങ്ങളുണ്ടാവുമെന്നും ഈ ചില തടസ്സങ്ങളുണ്ടായാലും നമ്മുടെ കൃപാസനം പ്രസാദമര മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ആ തടസ്സങ്ങൾ മാതാവ് എടുത്തു മാറ്റുമെന്നും പറഞ്ഞ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. അതെൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ ഞാനത് എൻ്റെ മനസ്സിൽ എപ്പോഴും പറഞ്ഞ് തടസ്സങ്ങൾ ഉണ്ടാകുന്നതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തിനായിട്ടാണ് എന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ ദിവസം ഉടമ്പടി ക്ലാസ്സുകൾ കാണുന്നതേ ഉള്ളൂ. പിന്നെ സാക്ഷ്യങ്ങളൊന്നും കേൾക്കുന്നില്ല. സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ടില്ല. മൂന്നാമത്തെ ദിവസം ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. പക്ഷേ അത് മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ മാതാവിൻ്റെ പ്രസൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. വീട്ടിൽ വരികയും തലവേദന, എനിക്ക് 15 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉള്ളതാണ്. തലവേദന എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. അന്നത്തെ ദിവസം വീട്ടിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സാധിക്കാറില്ല. പിള്ളേരാണേലും ഹസ്ബൻഡാണേലും എൻ്റെ അടുത്ത് വരാറോ ലൈറ്റുകൾ ഇടുകയോ ഒന്നും സെറ്റില്ല. പിന്നെ ഒരു സെൻറ്റിൻ്റെ മണം, ഒരു മണ്ണെണ്ണയുടെ മണം, അങ്ങനെ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ തലവേദന എടുത്ത് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നി അഭിഷേക തൈലം ഇരിപ്പുണ്ട്. അഭിഷേക തൈലത്തിനെ കുറിച്ചെല്ലാം ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അഭിഷേക തൈലം നെറ്റിയിൽ പൂശി പ്രാർത്ഥിച്ച് ഒരു അരമണിക്കൂർ കിടന്നിട്ടുണ്ടാവും. അന്നത്തെ ദിവസം എണീക്കാത്ത ഞാൻ അന്ന് എണീറ്റ് വരികയും ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അത് അങ്ങനെ നമ്മൾ തലവേദന മാറി നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് തലവേദന വരാതെ ഇരുന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്താ ഇപ്പോൾ നിനക്ക് തലവേദനയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ആ സൗഖ്യപ്പെട്ടതിനെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടത്. പിന്നെ അഭിഷേക തൈലത്തിൻ്റെ ഉപയോഗത്താലും കുരിശുവര സമയത്താണെങ്കിലും സന്ധ്യപ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോഴാണെങ്കിലും അഭിഷേക തൈലം, എൻ്റെ ഹസ്ബൻഡിന് വേരിക്കോസ് എന്ന രോഗമുള്ളതാണ്. ആ വേരിക്കോസ് വെയിനിൻ്റെ അടുത്ത് ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി അഭിഷേക തൈലം പൂശി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വെരിക്കോസ് വെയിൻ ഇല്ലാതെയായി. കാലയിൽ ഒരു വേരിക്കോസിൻ്റെ ഒരു വെയിൻ പോലും ഇല്ലാത്ത രീതിക്ക് സൗഖ്യപ്പെട്ടു. ഹസ്ബൻഡ് കൂടത്തിൽ വന്നിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കരച്ചിൽ കൊണ്ടാണ് അങ്ങോട്ട് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ കാലിൽ സൗഖ്യപ്പെട്ടതും കൂടെ കാണിച്ചേനെ.
പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം സാധിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റായിട്ട് ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 8 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ മാതാവിനോട് ആവശ്യപ്പെട്ടു, മാതാവേ എനിക്കൊരു സ്വന്തമായിട്ടൊരു വീടും സ്ഥലവും വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. കാരണം എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാത്തതാണ്, സ്ട്രോക്ക് സംഭവിച്ച ഒരു വ്യക്തിയും കൂടെയാണ്. അന്നപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ട് ഞാൻ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും നോക്കി. 2018 ഞങ്ങളുടെ സ്ഥലം, ഹസ്ബൻഡിൻ്റെ സ്ഥലം ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടത് പോയതാണ്. അന്ന് ഞങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ 16 വീട്ടുകാർക്ക് കിട്ടിയെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. ഞങ്ങൾക്കതിലേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് സംഭവിച്ചത് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു. ആ സമയത്തായിരുന്നു എൻ്റെ ഭർത്താവിന് സുഖമില്ലാതായത്. അപ്പോൾ ഞാനാണ് ഹോസ്പിറ്റൽ കേസ് കെട്ടിനൊക്കെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾക്ക് നടക്കാൻ സമയം കിട്ടിയില്ല. അത് ഞങ്ങൾ നടന്നുമില്ല. പിന്നീട് ഞങ്ങളുടെ ഈ ലിസ്റ്റ് വന്നപ്പോൾ ഞങ്ങളുടെ പേര് അതില്ലായിരുന്നു. അത് ഭയങ്കര സങ്കടമായ ഒരവസ്ഥയായിരുന്നു. എങ്കിലും അതിനെക്കുറിച്ച് ഓർത്തൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മാതാവ് എന്ത് മാതാവിനോട് ചോദിച്ചാലും മാതാവ് അത് തരാതിരുന്നിട്ടില്ല. എന്ത് കാര്യമാണെങ്കിലും മാതാവ് വൈകിട്ടാണെങ്കിൽ കുറച്ച് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ എനിക്കത് സാധിച്ചു തരാറുണ്ട്. അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഞങ്ങൾക്ക് ഉള്ള സ്ഥലത്തിൻ്റെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുമായിരുന്നേ നല്ലതായിരുന്നു എന്ന് പറയുകയും, ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്തെ പോലെ മാതാവ് ഇറക്കിയതുപോലെ നർഗീസ് എന്നൊരു മേഡം, ചാരിറ്റിൻ്റെ ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിൽ വരികയും നമ്മളുടെ അവസ്ഥ അറിയുകയും ഞങ്ങളിങ്ങനെ ഉരുൾപൊട്ടിപ്പോയ സ്ഥലമാണെന്ന് അറിയുകയും അവരെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം എന്ന് പറയുകയും ചെയ്തു. ഇതെല്ലാം ഉടമ്പടി പ്രകാരമാണ് നടന്നത് എന്നുള്ള തെളിവ് എൻ്റെ മാതാവ് എനിക്ക് നൽകി. എൻ്റെ ഉടമ്പടി 1 മാസം പൂർത്തീകരണം ആകുന്ന ദിവസം തന്നെയാണ് ഈ മേഡം എൻ്റെ അടുത്ത് വരികയും ഈ മേഡം ഈ തീരുമാനത്തിന് എന്തെങ്കിലും തീരുമാനം ആയോ എന്നും ചോദിക്കുകയും ചെയ്തത്. ഞാൻ പറഞ്ഞു ഒരു തീരുമാനം ആയിട്ടില്ല, ഇത് കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ മേഡം കളക്ട്രേറ്റിൽ നേരിട്ട് ചെല്ലുകയും നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അവർ പറഞ്ഞു, ഇവിടെ നിന്നല്ല നമ്മുടെ തീരുമാനം വരേണ്ടത്, തിരുവനന്തപുരത്തു നിന്നാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം വരേണ്ടത്. നിങ്ങളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ച് വിടാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ ഉന്നത തലത്തിൽ അറിയാലോ, സർക്കാർ കാര്യങ്ങളാകുമ്പോൾ ഉന്നത നിലത്തിലുള്ളവരൊക്കെ സംസാരിക്കണം. അതിനായിട്ട് സംസാരിക്കാനോ ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാനോ ഒന്നുമില്ല. ഞാൻ നേരെ മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി വസ്തുക്കൾ എടുത്തു വെച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മാതാവിനോട് ഞാൻ ആവശ്യപ്പെട്ടു, മാതാവേ എനിക്ക് ആരും തന്നെ ഇല്ല സംസാരിക്കാൻ, എനിക്ക് അവർ പോയത് കൊണ്ടും കാര്യമില്ല. 2018 സംഭവിച്ച കാര്യം ഈ 2023 നടത്തി തരണമെങ്കിൽ എൻ്റെ മാതാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. എനിക്കത് നടത്തി തരണം മാതാവ്. ഞാൻ ചോദിച്ച ഒരു കാര്യത്തിന് എന്നോട് തരാതിരുന്നിട്ടില്ല മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 9 തവണ ചൊല്ലുകയും അതിൻ്റെ പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ ഞാൻ ഉപ്പ് 4 മൂലയ്ക്കും, സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണത്, ഉപ്പ് വിതരണത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഇത് സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഉപ്പിൻ്റെ മഹിമ എന്താണെന്നും തേനിൻ്റെ ഇതെന്തായിരുന്നു, തവിശ തൈലത്തിൻ്റെ ഇതെന്താണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ വീടിൻ്റെ 4 മൂലയ്ക്കും ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് പോയി സംസാരിക്കാൻ എൻ്റെ മാതാവ് മാത്രമേ ഉള്ളൂ, അമ്മ മാതാവ് തന്നെ എനിക്ക് വേണ്ടി പോകണം. അമ്മ സഞ്ചാരി മാതാവാണെന്നെല്ലാം എനിക്കറിയാം, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2-ാം ശനിയാഴ്ച ആർക്കും ഒരു ലെറ്ററോ ഒന്നും വരാത്ത ദിവസം ഞാൻ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ച, മാതാവേ ഇന്ന് 2-ാം ശനിയാണല്ലോ, ഒരു റിസൾട്ടിന് നമുക്ക് സാധ്യതയില്ലാത്ത ദിവസമാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പള്ളി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡും എന്നോട് പറഞ്ഞു, ഇന്ന് 2-ാം ശനിയാഴ്ചയല്ലേ, എന്ത് പ്രതീക്ഷിക്കാനാ എന്ന് പറഞ്ഞിരുന്ന ആ സമയത്താണ് എന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു വിളി വരുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, അത് വന്ന് കൈപ്പറ്റണം എന്ന് പറഞ്ഞ്. എന്താണേലും എൻ്റെ മകൻ സന്തോഷത്തോടു കൂടി ആ അപേക്ഷ പോയി മേടിച്ചു. അതിൽ നിങ്ങളുടെ തുടർ നടപടിക്കായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ സർക്കാർ വിട്ടിട്ടുണ്ട് എന്നുള്ളൊരു തെളിവായിരുന്നു കിട്ടിയത്. ഒരുപാട് സന്തോഷം തോന്നി. മാതാവേ അനക്കമില്ലാത്ത കാര്യത്തിന് അമ്മ അനക്കം തട്ടിച്ചല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞ് സന്തോഷിച്ച് പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് ഇടപെട്ടതാണല്ലോ എന്നോർത്ത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഉടമ്പടിയിൽ എന്ത് ചെയ്യാനുള്ള എനിക്ക് സാഹചര്യം, സാമ്പത്തിക മേഖലയിലെല്ലാം ഞാൻ പിന്നോക്കാവസ്ഥയാണെങ്കിലും
എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ നിന്ന് എല്ലാ കാരുണ്യപ്രവൃത്തിയാണെങ്കിലും എല്ലാ പ്രേക്ഷിത പ്രവർത്തനത്തിനാണെങ്കിലും എല്ലാം പോകാൻ സമ്മതിക്കുകയും അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ആ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണെങ്കിലും ഓരോ അനാഥാലയങ്ങൾ സന്ദർശിക്കാനാണ്, വൃദ്ധസദനത്തിൽ പോകുന്നതിനാണെങ്കിലും എല്ലാം അനുവദിച്ചിരുന്നു. അതിനുള്ള പോവുകയും അവിടെയുള്ളവർ എനിക്ക് വേണ്ടി നല്ല സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കാറുമുണ്ട്. അങ്ങനെ ആ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കളക്ട്രേറ്റിലേക്ക് ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ കളക്ട്രേറ്റിലേക്ക് എന്നെ അറിയുന്ന നമ്മുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ മാതാവിനെ പോലെ തന്നെ ഒരു വ്യക്തി, ഒരു സ്ത്രീയാണ് ആ ചേച്ചി പറഞ്ഞ നിങ്ങളുടെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ മേഡം എന്ന് പറഞ്ഞു. ഞാൻ ആ ലെറ്ററിൻ്റെ ആ പകർപ്പ് ആ മേഡത്തിന് ഇട്ട് കൊടുത്തു. മേഡം അത് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലെറ്റർ വന്നിരുന്നല്ലേ, ഞാൻ ഒന്നും കൂടെ ബന്ധപ്പെട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. അപ്പം പറഞ്ഞു അവരുടെ നടപടികളെല്ലാം നടക്കുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ നടക്കുന്നുണ്ട്, പിന്നെ അവരുടെ കാര്യങ്ങൾക്കൊരു തീരുമാനം നമുക്കാക്കാം എന്ന് പറയുകയും പിന്നീട് ഈ മേഡം തന്നെ കളക്ട്രേറ്റിലെ മേഡം തന്നെ എനിക്ക് തിരുവനന്തപുരത്തെ നമ്പർ നേരിട്ട് തരികയും അവിടുത്തെ ഓഫീസറെ സെക്രട്ടറി ആയിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിക്കുകയും നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് സംസാരിക്കാനൊക്കെ സാധിച്ചു. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് അവരും പറഞ്ഞു നമുക്ക് ഇങ്ങനെ നിങ്ങൾ ഒന്ന് പ്രഷർ ചെയ്യണം, എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് നടത്തണം, ഇത്ര വർഷം തീർന്നു എന്നല്ലേ, നിങ്ങളൊന്ന് പ്രഷർ ചെയ്യേണ്ടതായി വരുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ സാറിനോട് നല്ല സംസാരമായിരുന്നു. അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു ഒരാളും പ്രഷർ ചെയ്യണ്ട, ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി എന്താണെന്ന് സാറിന് അറിയില്ല, പക്ഷേ എൻ്റെ ഈ അപേക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അമ്മ മാതാവ് തന്ന ഇത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എൻ്റെ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് സാർ ഇത് പാസ്സാക്കി വിടുന്നു. ഞാൻ അവരോട് ഫോണിൽ നമ്മുടെ അത്ര സംസാരം ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് റിസൾട്ട് കളക്ട്രേറ്റിൽ നിന്ന് പേഴ്സണലായിട്ട് തന്നെ എനിക്ക് ഇട്ട് തന്നു. നിങ്ങളുടെ അപേക്ഷ പാസ്സായി, 10 ലക്ഷം രൂപ നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ട്, ഇനി ഞങ്ങൾ തുടർ നടപടികളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ തുക വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൈമാറുമെന്നും പറയുകയുണ്ടായി. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. അതിലുപരി ഞങ്ങൾ താമസിക്കുന്ന വാടക വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസഹനമായ കാര്യമായിരുന്നു. മഴക്കാലമായാൽ വെള്ളം ചേമ്പി ഇങ്ങനെ നിൽക്കുന്നതും പിന്നെ റബ്ബർ ചുറ്റുമുള്ളത് കൊണ്ട് ഇങ്ങനെ കാറ്റ് വീശിയ മക്കളൊക്കെ ഭയപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. അന്നപ്പോൾ ഞാൻ പറയും മാതാവിനോട് പ്രാർത്ഥിക്കുക, ഉടമ്പടിയല്ലേ എടുത്തിരിക്കുന്നത്, നമുക്ക് ഈ വർഷം കൂടെ ഉള്ളു വാടകയ്ക്ക്, നമുക്ക് വേറെ വീടാകുമ്പോൾ പിന്നെ വാടകയ്ക്ക് നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ മാതാവിൻ്റെ പദ്ധതി അതല്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങനെ ഈ മരം ഇങ്ങനെ വീഴുമ്പോഴൊക്കെ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ അമ്മ മാതാവ് നിറകെ വീഴേണ്ട മരം ഒരു സൈഡിലേക്ക് മാറ്റുകയും ഒത്തിരി ഓട് നഷ്ടപ്പെടുകയും ചെയ്തു. അതിലുപരി ഇങ്ങനെ ഹൗസ് ഓണർ പറഞ്ഞു നിങ്ങളിങ്ങനെ ഭയപ്പെട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും, എന്താണെന്ന് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു. നിങ്ങളൊരു വീട് അന്വേഷിക്കാൻ തയ്യാറാണോന്ന്. തയ്യാറാകാഞ്ഞിട്ടല്ലായിരുന്നു. ഈ കുഞ്ഞ് എൻ്റെ മൂത്ത മകൻ 10ലാണ് പഠിക്കുന്നത്, രണ്ടാമത്തവൾ 7ലുമാണ്. അപ്പോൾ അറിയാം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് നേരത്തെ ക്ലാസ് തുടങ്ങും. രണ്ടാമത്തെ പെൺകുട്ടിയായതുകൊണ്ട് തന്നെ എനിക്ക് വിടാനുള്ള ഭയപ്പാട് കൊണ്ടാണ് ഞാൻ ദൂരത്തൊന്നും വീടൊന്നും അന്വേഷിക്കാതെ വീടിനടുത്ത് സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ താമസിച്ചത്. പക്ഷെ ഉടമ്പടി എടുത്ത് ഞാൻ ഈ ഡോണർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സന്ധ്യപ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു. മാതാവേ, ഒരു കിടപ്പാടത്തിൻ്റെ ബുദ്ധിമുട്ടാണല്ലോ മാതാവേ, ഞങ്ങൾക്ക് ഇവിടുന്ന് മാറാൻ എനിക്ക് മനസ്സുമില്ല, എന്താ ചെയ്യേണ്ട മാതാവേ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കുഞ്ഞു രൂപം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആ രൂപത്തിൻ്റെ അടുത്തുനിന്ന് നല്ലൊരു പുക ഇങ്ങനെ പൊന്തി വന്നപ്പോൾ ഒരു കുന്തിരിക്കത്തിൻ്റെ മണം പോലെ തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു മണം, അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു ഒരു കുന്തിരിക്കത്തിൻ്റെ മണം പോലെ തോന്നുന്നുണ്ട് എന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് നമുക്ക് വേണ്ടി ഇടപെടുന്നുണ്ട് എന്ന് പറയുകയും പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് തന്നെ പിള്ളേർക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെ ഒരു വീട് മാതാവ് തരികയും വാടകയ്ക്ക് വീട് തരികയും 500 രൂപ വാടക കുറച്ച് തരികയും ചെയ്തു എൻ്റെ മാതാവ്. ഇതും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അത്ഭുതമാണ്. പിന്നെ അഭിഷേക തൈലവും ഉപ്പും എൻ്റെ ചെറിയ കുഞ്ഞിന് ഞാൻ ഇവിടെ വരുമ്പോൾ ഈ അലർജി രോഗം പോലെ ഉണ്ടായിരുന്ന കയ്യിൽ, അത് ഈ അഭിഷേക തൈലവും ഉപ്പും തേനും മിക്സാക്കി എൻ്റെ കുഞ്ഞിൻ്റെ ഓൾമെൻറ്റ് പോലെ ഞാൻ തേച്ച് കൊടുക്കുമായിരുന്നു. പിന്നീട് ആ കുഞ്ഞിൻ്റെ കയ്യിൽ അത് ഉണ്ടായിട്ടേ ഇല്ല.
അത് മാത്രമല്ല 2.5 വയസ്സുള്ള കുഞ്ഞ് ഇന്ന് കുളിക്കുമ്പോഴും ഒരു തരി ഉപ്പിടാത്ത വെള്ളത്തിൽ അവൾ കുളിക്കില്ല. അവൾ എന്നോട് പറയും, അമ്മ ഉപ്പെടുത്തോണ്ട് വാ എന്ന് പറഞ്ഞാൽ ആ ഉപ്പ് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടാൽ മാത്രമേ അവൾ കുളിക്കത്തുള്ളൂ. പിന്നെ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അഭിഷേക തൈലം പൂശി അവൾക്ക് പ്രാർത്ഥിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ അവൾ അവിടുന്ന് കുളി കഴിഞ്ഞ് മാറിപ്പോകത്തുള്ളൂ. ഇത്രയൊക്കെ അത്ഭുതങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. അതിലുപരി എൻ്റെ മക്കളാണെങ്കിലും പ്രാർത്ഥനയും പിന്നെ പള്ളിയിൽ പോകാനൊന്നും ഒരു മടി കാണിക്കാതെ അമ്മ ഉടമ്പടി എടുത്തതല്ലേ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഇന്ന് വെക്കേഷനായിട്ട് പോലും പിന്നെ പള്ളിയിൽ പോയിട്ട് തന്നെ നമുക്ക് പോയാൽ മതി എന്ന് പറഞ്ഞാൽ മക്കൾ പള്ളിയിലാണെങ്കിലും എല്ലാത്തിനും മുടങ്ങാതെ അവരും മകനാണെങ്കിലും അൾത്താരയിലാണെങ്കിലും കയറി ഒരുപാട് പ്രാർത്ഥിക്കും. അമ്മയുടെ ഉടമ്പടി നല്ല രീതിക്ക് നമുക്ക് കൊണ്ടുപോകണം. അമ്മയുടെ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ ഒരനുഭവം ഉണ്ടായത്. അല്ലെ ഇത്രയും നാൾ നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു എന്നൊക്കെ അവർ തന്നെ അത്ഭുതപ്പെട്ട് പറയാറുണ്ട്. പിന്നീട് ജോസഫച്ചൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പോഴാണെങ്കിലും മനസ്സിന് സമാധാനവും സന്തോഷമുള്ള വാക്കുകൾ അവിടുന്ന് ലഭിക്കാറുണ്ട്. നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ, അത് എന്തെങ്കിലും ഒരു കാര്യം അച്ഛൻ പറയുന്നുണ്ടാവും, നമ്മൾ വിഷമിച്ചിരിക്കുന്ന അത് നമുക്ക് അനുയോജ്യമായ ഒരു കാര്യമായിരിക്കും പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചൊവ്വാഴ്ച ധ്യാനം കേൾക്കാനായിട്ടാണെങ്കിലും ആകാംക്ഷയായിട്ട് ഇരുന്ന ദിവസങ്ങളും എല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ പോരുന്ന ദിവസത്തിൻ്റെ ചൊവ്വാഴ്ചയാണെങ്കിലും ധ്യാനത്തിൽ അച്ഛനൊരു പിന്നെ നമുക്ക് പറ്റിയ വചനവും നമുക്കുള്ള സന്ദേശം, ഉടമ്പടി എങ്ങനെ ചെയ്യാം എന്നുള്ള സന്ദേശമൊക്കെ തന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും, ഒരു കാര്യം മാത്രം പ്രേക്ഷിത പ്രവർത്തനങ്ങളും പിന്നെ നമ്മൾ പിന്നെ ഫുഡ് കൊടുക്കുക, അത് 2 കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നതിലുള്ളൂ. പക്ഷെ അത് ഭയങ്കര മനസ്സിന്, ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ടാണ് അത് മാറുന്നത്. കാരണം ഉള്ളതിൽ നിന്നൊരു പങ്ക്, ഒരു ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള അനുഭവമാണ് ഞങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ അമ്മ മാതാവ് തന്ന അനുഗ്രഹമാണ്. പിന്നെ ഒരു കുഞ്ഞിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ മൊബൈലിലേക്ക് ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ഇട്ട് തരിക. എൻ്റെ സുഹൃത്തിൻ്റെതാണ്. ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടില്ല, ആ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും അവർ മൊബൈലിലേക്ക് ഒരു ഫോട്ടോ ഇട്ട് തന്നു. ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അഭിഷേക തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ആ കുഞ്ഞിൻ്റെ ഫോട്ടോയുടെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുരിശുവര കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു, ഒന്ന് വിളിച്ചു നോക്ക്, കുഞ്ഞ് ICUവിലാണ്, രക്തം കുറവാണ് ഞ്ഞതുകൊണ്ടാണ് ICUവിൽ എന്ന് പറഞ്ഞു. വിളിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു, ഇപ്പോൾ ICUവിൽ നിന്ന് ഇറക്കിയതേ ഉള്ളൂ, കുഞ്ഞിനിപ്പോൾ ഒരു കുഴപ്പമില്ല, നാളെ ഡിസ്ചാർജ് ആകാം എന്ന് പറഞ്ഞു. ഞാൻ ആ സാക്ഷി ഇവിടെ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ അഭിഷേക തൈലം ഞാൻ പൂശിയത്. അതും പിന്നെ എൻ്റെ ആങ്ങളയ്ക്ക് എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. വയറിന് ഭയങ്കര ബുദ്ധിമുട്ടും ഗ്യാസ് പ്രോബ്ലമൊക്കെ ആയിട്ടായിരുന്നു, ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അവന് ഓരോ അസുഖങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യും. എൻ്റെ പപ്പ മരിച്ചു പോയതാണ്. എൻ്റെ ഇളയ ആങ്ങളയ്ക്ക് ഇങ്ങനെ അസുഖമൊക്കെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചൊവ്വാഴ്ചയായിരുന്നു അവന് പിന്നെ എന്ത് ചെയ്യേണ്ടിയിരുന്നത്. അന്ന് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ മുട്ടിന്മേൽ നിന്നായിരുന്നു, ഫുൾ ടൈം മുട്ടിന്മേൽ നിന്ന് കാശിരൂപം ഞാൻ കൊടുത്തു വിട്ടു. വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു ഗ്ലാസ് വെള്ളം അവന് കൊടുത്തു വിട്ടു. കാശിരൂപം ഞാൻ മുറുകെ പിടിക്കണം, ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് മാത്രം മാതാവ് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ആ മുട്ടയിൽ നിന്ന് കഴിയുന്നോടം വരെ, അച്ഛൻ്റെ ധ്യാനം കഴിയുന്നോടം വരെ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു, രോഗങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് സൗഖ്യം, ഒരു പേടി ഭയപ്പാട് വേണ്ട എന്ന് അറിയിക്കുന്നുണ്ടെന്ന് അറിയിച്ചപ്പോൾ ഞാൻ പിന്നെ ഇത് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ ഹസ്ബൻഡ് വിളിക്കുകയും റിസൾട്ട് കിട്ടി, ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അതും എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്ന കാര്യമാണ്. അതും ഞാൻ ഈ നിമിഷം സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. വീണ്ടും ഉടമ്പടിയിൽ തന്നെ നല്ല ഒരു ജീവിതം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നു. ഇനി എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്ന സ്ഥലം അത് ഞങ്ങൾക്ക് നല്ല ക്രമീകരണത്തോടു കൂടി വന്നു കഴിഞ്ഞ് എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുമുമ്പിൽ നിന്ന് എൻ്റെ കുടുംബത്തിൻ്റെയും ഒന്നിച്ച് വന്ന് എൻ്റെ വീടിൻ്റെ താക്കോൽ എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ എത്തിച്ച് വയ്ക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതും എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു.